ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം കരുണ ചെയ്ത ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മള് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. നമ്മൾ അവിടെ പഠിച്ചത് ക്രിസ്തുവേശുവിലുള്ള ഭാവത്തെ കുറിച്ചാണ് നാം പഠിച്ചത്, അല്ലെ? അവിടെ ക്രിസ്തുവിന്റെ ഭാവം എന്താണെന്ന് 5-6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ചിരിക്കുന്നു. അവിടെ നാം പഠിച്ചത് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. സാക്ഷാൽ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, എന്ന് വെച്ചാൽ സ്വർഗീയ സൗഭാഗ്യങ്ങളും പദവികളും അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ തന്നെ ആയിരിക്കാമായിരുന്ന പുത്രൻ അത് വിചാരിക്കാതെ അങ്ങനെ അതിൽ നിന്നൊന്ന് ഒരു താഴ്ചയെടുത്ത്, എന്ന് വെച്ചാൽ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി, പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടി, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പിതാവിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിയ പുത്രൻ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ പുത്രന് ഇഷ്ടം തോന്നി. പുത്രൻ പിതാവിനെ അനുസരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ സ്വർഗീയമായ എല്ലാ അനുഭവങ്ങളിലും എപ്പോഴും ഇരിക്കാമായിരുന്ന പുത്രൻ അത് കുറച്ചു നേരത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട്, ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അത് ആ പാപം ചെയ്ത ആ മനുഷ്യന്റെ അതേ രൂപം തന്നെ സ്വീകരിച്ചു. അതേ തന്നെ സാദൃശ്യത്തിലായി, പാപജഡത്തിലല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ലോകത്തിൽ വന്ന് ഇവിടെ മനുഷ്യനായി ജീവിച്ചു. ഈ താഴ്ച വന്ന ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. എന്നിട്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ എത്രത്തോളം താഴ്ത്തപ്പെട്ടു എന്ന് നാം പഠിച്ചു. ആ അനുസരണമുള്ളവനായി തീർന്ന പുത്രൻ മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു, അല്ലെ? അപ്പൊ ആ പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ വേണ്ടി അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം? ക്രൂശില മരണത്തോളം. എന്ന് വെച്ചാൽ എത്രത്തോളം അനുസരിക്കാമോ അത്രത്തോളം അനുസരിച്ചു. തൻ്റെ മരണം കൊണ്ട്, മരണം പോലും പിതാവിനോടുള്ള അനുസരണത്തിൽ ആ മരണം വരിച്ചു എന്ന് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ആ മരണത്തോളമായി തീർന്നു, മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ പൗലോസ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ക്രിസ്തുവിലുള്ള ഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. താഴ്മയുടെയും വിനയത്തിന്റെയും അതുപോലെ സമർപ്പണത്തിന്റെയും ആ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോടും പറയുന്നത്. അത് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് മാത്രം ഉള്ളതായിരുന്നില്ല. ഇത് ഇന്ന് വിശ്വസിക്കുന്ന, അല്ലെ ഇനിയും വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. ക്രിസ്തുവിലെ ഭാവം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ചാണ് പറഞ്ഞത്. 9, 10, 11 വാക്യങ്ങൾ ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ സ്വയമായി ചെയ്ത ത്യാഗത്തിനും വിനയത്തിനും അനുസരണത്തിനും പ്രതിഫലമായി ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. അപ്പൊ ക്രിസ്തു തനിക്കൊരു പേര് സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് തന്നെ ഉയർത്തി. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുമെന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് പിതാവായ ദൈവം പുത്രനെ എങ്ങനെയാണ് ഉയർത്തിയെന്നാണ് പറയുന്നത്. ഏതു വിധത്തിലൊക്കെയാണ് ക്രിസ്തുവിന്റെ ആ ഉയർത്തിയ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ഉയർത്തി, എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി. ഇംഗ്ലീഷ് പറയുന്നത് സൂപ്പർ എക്സോൾട്ടഡ്, സുപ്രീം എക്സോൾട്ടേഷൻ. 3 വിധമാണ് നമ്മളിവിടെ പറയുന്നത്. സർവനാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി, എല്ലാ മുട്ടും മടങ്ങുന്ന അത്രയും ഉയർത്തി,
അതുപോലെ തന്നെ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പാടുന്ന അത്രയും ഉയർത്തി. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി. ക്രിസ്തു എത്രത്തോളം താഴാമോ മരണത്തോളം താഴ്ന്നതുപോലെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി. ഇനി അതിൻ്റെ മുകളിൽ ആർക്കും ഉയരാനായിട്ടില്ല. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി. എക്സോൾട്ടഡ് വിത്ത് ഓൾ എക്സോൾട്ടേഷൻ. താൻ ഒരിക്കലും ഉയർത്താൻ ശ്രമിച്ചില്ല, പിതാവ് ഉയർത്തി. അപ്പൊ ക്രൂശിലെ മരണത്തോളം താഴ്ന്നപ്പോൾ ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഇനി ആ ഉയർച്ചയുടെ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. നമുക്കൊന്ന് നോക്കാം. നമ്മള് കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാ പറയുന്നു. അതിനെ നമ്മൾ ഉയർപ്പെന്ന് പറയുന്നു, റിസറക്ഷൻ. 3-ാം ദിവസം മരണത്തിൽ നിന്നും ഉയർത്തി. ഒരു വാക്യം വായിച്ചു വിടാം. അപ്പോസ്തല എടുക്കണമെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് ഞാൻ വായിച്ചു വിടാം. അപ്പോസ്തല പ്രവൃത്തി 2:32. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് പത്രോസ് പറയണ അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് സ്വർഗാരോഹണം ചെയ്തു, അത്ര സ്വർഗത്തിലേക്ക് ഉയർത്തി. അപ്പോസ്തല പ്രവൃത്തി 1:9 നമ്മൾ കാണുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവരെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറന്നു. സ്വർഗത്തോളം ഉയർത്തി, സ്വർഗാരോഹണം. ഇനി മൂന്നാമതായിട്ട് സിംഹാസനസ്ഥനായി ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 2:23. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നമ്മൾക്ക് തന്നു. നമ്മളവിടെ വായിക്കാനായിട്ട് കഴിയും. അപ്പൊ ഉയർപ്പ്, റിസറക്ഷൻ, സ്വർഗാരോഹണം, അസെൻഷൻ ആൻഡ് സിംഹാസനസ്ഥൻ, എൻത്രോൺമെന്റ്, ആൻഡ് ഒന്നുകൂടെ ഉണ്ട് കിരീടധാരണം. എല്ലാത്തിനും അധിപതിയാക്കി വെച്ചു, എല്ലാ അധികാരങ്ങളും കൊടുത്തു. കൊറോണേഷൻ വായിക്കാം. എഫേസ്യ ലേഖനം 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സകലത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഉയർത്തിയിട്ട് ആ ഏറ്റവും ഉയർന്നവനെയാണ് നമ്മൾക്ക് വേണ്ടി, തന്നിൽ വിശ്വസിച്ചവർക്ക് വേണ്ടി നൽകിയിരിക്കുക. എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുക. അതെല്ലാം ആ വാക്യത്തിൽ തന്നെയുണ്ട്. റിസറക്ഷൻ, അസെൻഷൻ, എൻത്രോൺമെന്റ് ആൻഡ് കൊറോണേഷൻ. ഉയർപ്പെ, സ്വർഗാരോഹണം, സിംഹാസനസ്ഥ, കിരീടധാരണം. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, സർവനാമത്തിനും മേലായ നാമം നൽകി. അപ്പൊ ഉയർത്തിയിട്ട് സർവനാമത്തിനും മേലായ നാമം നൽകി. നാമം എന്നത് ഒരുവന്റെ സ്വഭാവം, ഇഷ്ടം, അധികാരം എന്നിവ സൂചിപ്പിക്കുന്നു. അപ്പൊ മേലായ നാമം എന്ന് പറഞ്ഞാൽ ദ നെയിം അബവ് എവരി നെയിം, എല്ലാ നാമത്തിനും മേലായ നാമം. അപ്പൊ ഏത് നാമം നൽകി എന്നാണ് പറയുന്നത്. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ നാമത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പേരും പറയുന്ന ഒരഭിപ്രായം എന്നുള്ളത് യഹോവ എന്ന നാമം ഉൾക്കൊള്ളുന്ന യേശു എന്ന നാമമാണ്. അപ്പൊ യഹോവ എന്ന ആ ആശയം, നാമം ഉൾക്കൊള്ളുന്ന യേശു എന്ന പദമാണ്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ യഹോവ എന്ന് പറയുന്നിടത്തെല്ലാം യേശുവിനെയാണ് കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു എന്ന നാമം എന്നത് തന്നെ അർത്ഥം എന്തോ? യേശു എന്ന നാമത്തിന്റെ, ജീസസ് എന്ന നാമത്തിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു, യഹോവ രക്ഷകൻ എന്നാണ് യേശു എന്ന നാമത്തിന്റെ അർത്ഥം. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ആ യഹോവ രക്ഷകൻ, യേശു എന്ന പദത്തിൽ അത് തന്നെയാണോ സുവിശേഷം, അല്ലേ? യഹോവ രക്ഷിക്കുന്നു, സകല പാപത്തിനും പ്രായശ്ചിത്തമായി യഹോവ രക്ഷിക്കുന്നു, യേശു രക്ഷിതാവ്. ആ യഹോവ എന്ന നാമം പറയുന്നത്. അപ്പം നമുക്ക് യെശയ്യാ പുസ്തകത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം നമുക്ക് വായിക്കാം. നമുക്ക് നമ്മൾ 9-10 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവിടെ തന്നെ കാണുവാനായിട്ട് കഴിയും. വായിക്കാം. യഹോവയുടെ മുമ്പാകെ
എല്ലാ നാവും ആം, എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം. യെശയ്യാവ് 45:22 മുതലുള്ള വാക്യങ്ങൾ. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവേൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏതു മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെ ലജ്ജിച്ചു പോകും. അപ്പൊ യഹോവയുടെ മുമ്പാകെ എല്ലാ മുട്ടും മടങ്ങുമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ എല്ലാ മുട്ടും മടങ്ങും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം യേശു എന്ന, യഹോവ എന്ന പദം ഉൾക്കൊള്ളുന്ന യേശു എന്ന നാമം, യേശു എന്ന് പറഞ്ഞാൽ തന്നെ യഹോവ രക്ഷിക്കുന്നു, യേശു രക്ഷകൻ എന്നാണ് അർത്ഥം. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു നാമം എന്ന് പറയുന്നത് ഗോഡ്മാൻ, മനുഷ്യനായ യേശു, അല്ലെങ്കിൽ ദൈവ മനുഷ്യൻ എന്നൊക്കെ പറയാം. നമുക്കത് തീമോഥെയോസിന്റെ ലേഖനത്തിലാണ് കാണുവാനായിട്ട് കഴിയുന്നത്. 1 തീമോഥെയോസ് 2:5-6 വാക്യങ്ങൾ നമുക്കത് വായിക്കാൻ കഴിയും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. പുതിയ നിയമത്തിൽ ആ പദം അവിടെ മാത്രമേ നാം കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ യഹോവ എന്ന നാമം ഉൾക്കൊള്ളുന്ന യേശു എന്ന പദമാണ് ആ നാമത്തിന് ആ നാമം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് യേശുവിന്റെ ഈ ലോകത്തിൽ വന്ന് ആ ഒരു വന്നതിന് ശേഷം ദൈവം ചില പദവികളും കൂടെ കൊടുത്തു. ഏറ്റവും ഉയർത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് തൻ്റെ ഇൻകാർണേഷന് മുമ്പേ, അല്ലെങ്കിൽ ജഡത്തിലെ വെളിപ്പാടിന് മുമ്പേ യേശു ക്രിസ്തുവിന് ഇല്ലാതിരുന്ന കുറെ പ്രിവിലേജസും കൂടെ ദൈവം അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പം താൻ മനുഷ്യനായി വെളിപ്പെട്ടതിനാൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥനായി യേശു മാറി. നമുക്ക് എബ്രായ ലേഖനം 4:14 അത് കാണുവാനായിട്ട് കഴിയും. വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പം നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്നു. അതുപോലെ നമുക്ക് 1 യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം കാണുന്നുണ്ട്. ആ നീതിമാനായ യേശു നമുക്ക് വേണ്ടി ആ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ അത് കർത്താവായ യേശു ക്രിസ്തുവിന് ആ ഇൻകാർണേഷന് മുമ്പ് അന്നില്ലാത്ത പദവിയാണ് ഇൻകാർണേഷന് ശേഷം ലഭിച്ചത്. താൻ മനുഷ്യനായി വെളിപ്പെട്ടതിനാൽ മനുഷ്യർക്കും ദൈവത്തിനും മധ്യേയുള്ള മധ്യസ്ഥനായി തീർന്നു. ആ ഒരു പ്രിവിലേജ് കൊടുത്തു. അതുപോലെ തന്നെ ക്രൂശിൽ മരിച്ചതിനാൽ പാപത്തിന് പരിഹാരമായി തീർന്നു. ദൈവം പാപപരിഹാരത്തിനായി ഒരു മാർഗം അന്വേഷിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ഏറ്റെടുത്തത് കൊണ്ട് സകല ലോകത്തിന്റെയും പാപപരിഹാരമായി കർത്താവായ യേശു ക്രിസ്തുവായി തീർന്നു. അപ്പൊ അതിനു മുമ്പേ സകല ലോകത്തിന്റെയും പാപപരിഹാരമായിരുന്നില്ല, അല്ലേ? അപ്പൊ ഇൻകാർണേഷന് ശേഷം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്കും ദൈവത്തിനും മധ്യേയുള്ള ഒരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്നു. അതുപോലെ തന്നെ സകല മനുഷ്യരാശിയുടെയും പാപത്തിന് പരിഹാരമായി തീർന്നു. സകല നാമത്തിനും മേലായ നാമം. ഈ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല നാമം മറ്റ് നാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നാമമാണ്. സകല നാമത്തിനും മേലായ, വചനത്തിൽ തന്നെ വായിക്കുന്നു, വിളിക്കപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും മേലായ നാമം. ഈ ലോകത്തിലോ പരലോകത്തിലോ വിളിക്കാൻ കഴിയുന്ന ഏതു നാമത്തിനും മേലായ നാമം. അതിൽ ഏറ്റവും വലിയ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി രക്ഷകനായി തീർന്നു, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറഞ്ഞു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ സർവലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി അവർക്ക് രക്ഷകനായി തീർന്നു. അതിലും വലിയ നാമം വല്ലതും വേണോ? ഏറ്റവും വലിയ
നമുക്കും ഏറ്റവും വലിയ പദവിയെ ദൈവ മക്കളാകുവാൻ. അത് കിട്ടുന്നത് എവിടെ നിന്നാ? യേശുവിന്റെ നാമത്തിൽ നിന്ന്. യേശു നമുക്ക് വേണ്ടി പാപ പരിഹാരമായി തീർന്നത് കൊണ്ട്, ആ ജഡത്തിൽ വെളിപ്പെട്ടതിന് ശേഷമാണ് ആ അവസ്ഥയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ആയിത്തീർന്നത്. അപ്പൊ എല്ലാവർക്കും ദൈവമക്കളാകുവാൻ കഴിയുന്ന, വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം. കാരണം നരകത്തിന്റെ അവസ്ഥയിലേക്കായി പോകാമായിരുന്ന മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ, ആ നരകത്തിന്റെ അവകാശത്തിൽ നിന്ന് നിത്യരക്ഷയുടെ അവകാശത്തിലേക്ക് നമ്മെ ഒക്കെയും മാറ്റുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കിലാണ്. നമുക്കിനി കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ: അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അല്ലെ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒരു പ്രവൃത്തികളും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുമറിഞ്ഞ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം എല്ലാവരും ദൈവരാജ്യത്തിലായിത്തീരും, ദൈവമക്കളായിത്തീരും, നിത്യരക്ഷയുടെ അവകാശികളായിത്തീരും. ഒറ്റ ഒരു വാക്കു മാത്രം മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാ. കർത്താവായ യേശു ക്രിസ്തു ആ ദൈവത്തോടുള്ള സമത്വം മുറിവൊക്കെ പിടിക്കാതെ ഈ ലോകത്തിലേക്ക് വന്ന് പിതാവിനെ പൂർണ്ണമായും അനുസരിച്ച്, തൻ്റെ മരണമായിരുന്നു ക്രിസ്തു ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ആ ഒരു ഏറ്റവും അനുസരണം അതായിരുന്നു. അല്ലേ? അതിനുവേണ്ടി താൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ചു. ക്രൂശില മരണ ഏറ്റവും നീചമായ ആ കൊടും കുറ്റവാളികൾക്ക് കിട്ടുന്ന ആ ശിക്ഷ ഏറ്റെടുത്തു കർത്താവ്. ഇത് നമുക്ക് എല്ലാം വേണ്ടി ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇനി ഒരു പ്രവൃത്തികളും കാരണമല്ല, ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുക മാത്രം മതി. നമ്മളെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ച ദൈവം തൻ്റെ പുത്രനെ യാഗമാക്കുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു. ഇനി അതിനുവേണ്ടി പുത്രൻ തൻ്റെ മരണം തന്നെ യാഗമാക്കി തീർത്തു, തൻ്റെ ജീവനെ വെടിഞ്ഞു. ഇനി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന, നമുക്ക് തന്നേക്കുന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ഏവരും രക്ഷിക്കപ്പെടും. അപ്പൊ എത്രത്തോളം വലിയ നാമമാ ക്രിസ്തു! സകല നാമത്തിനും മേലായ നാമം. ഈ ലോകത്തിൽ നാം ആരെ വിളിച്ചപേക്ഷിച്ചാലും നാം രക്ഷ പ്രാപിക്കയില്ല. ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിത്യ നരകത്തുനിന്ന് നിത്യം രാജ്യത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് സാധ്യമാകുന്ന യേശുവിന്റെ നാമത്താലാണ്. അപ്പം സകല മനുഷ്യരുടെയും രക്ഷകനുമായി തീർന്ന നാമം. ഇനി ആ രക്ഷിച്ചത് മാത്രമാണോ? ഇപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നാമം, ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നാമം, ഏത് സമയത്തും കരുണ ലഭിപ്പാനും സഹായത്തിലുള്ള കൃപ ലഭിപ്പാനുമായി ഏത് സമയത്തും നമുക്ക് കൃപാസനത്തിന്റെ മുമ്പിലേക്ക് അടുത്തിരിക്കാൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ആസനസ്ഥനായിരിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കൊണ്ട്, ഏത് പാതിരാത്രി എന്നില്ല, പകലെന്നില്ല, ഏത് സമയമെന്നില്ല, ഏത് സ്ഥലമെന്നല്ല, ഏത് സമയത്തും ആ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് ഉത്തരം സദാ നമുക്ക് വേണ്ടി ജീവിക്കുന്ന എന്താണ്? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നമ്മെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഇല്ല, ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഈ ലോകത്തിൽ എല്ലാവരും ഉറങ്ങിയാലും നാം ആശ്രയിക്കുന്ന പലതും നീങ്ങിപ്പോയാലും നീക്കപ്പെടാത്ത ഒരു നാമം മാത്രമേ ഉള്ളത്. ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഉറങ്ങാതെ മനങ്ങാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം രക്ഷയിലേക്ക് നടത്തിയെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം തരുന്ന നാമം, അതാണ് ക്രിസ്തുവിന്റെ നാമം. എപ്പോഴും ആശ്രയിപ്പാനും എപ്പോഴും സഹായം ലഭിപ്പാനും കഴിയുന്ന യേശുവിന്റെ നാമം. ഒന്ന് വായിക്കാം. നമുക്ക് എബ്രായ ലേഖനം 4:15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് അടുത്തില്ല. ധൈര്യത്തോടെ, ഭയപ്പെടാതെ. പണ്ട് കാലത്ത് പുരോഹിതന്മാർ ഭയപ്പാടോടുകൂടി ആ കൃപാസനത്തിലേക്ക് അടുത്തു പോയപ്പോൾ, ഇപ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായി
ഭയപ്പാടില്ലാതെ ഏത് സമയത്തും ആ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഒരു നാളും തള്ളിക്കളയും ഉപേക്ഷിക്കുകയും ചെയ്യാത്ത നാമം, ഏതു സാഹചര്യത്തിലും മുറുകെ പിടിക്കുവാൻ കഴിയാവുന്ന നാമം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കൂടെ നമ്മൾ പലരുണ്ടായാലും, ചുറ്റും ആൾക്കാരുണ്ടായാലും, ആരുമില്ലാതിരിക്കുന്ന സമയത്തും, കൂടുതൽ താഴ്വിൽ കൂടി കടന്നു പോയാലും അതിൻ്റെ നടുവിലും കൂടെ കടന്നു വരുവാൻ കഴിവുള്ള ഒരു നാമം, ആ സമയത്ത് നമുക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഒരു നാമം, ക്രിസ്തുവിന്റെ നാമം. ഇനി നമുക്ക് റെവലേഷനിൽ കാണുവാനായിട്ട് കഴിയും, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കിട്ടുന്ന ഒരു നാമം, അവരുടെ നെറ്റിയിൽ എഴുതി വെക്കുന്ന ഒരു നാമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ആ നാമം എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3:12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഇറങ്ങി വന്ന നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും അവന്റെ മേലെഴുതും. യേശുവിന്റെ നാമം നമ്മുടെ മേലെഴുതുവാനുള്ള നാമം. എന്റെ സകല നാമത്തിനും മേലായ നാമം, വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും മേലെയുള്ള നാമം, ആ നാമം നൽകി അല്ലേ. തന്നെത്താൻ താഴ്ത്തിയവനെ ഏറ്റവും ഉയർത്തി എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ആ നാമത്തിനായിട്ട് ആക്കി തീർത്തു. അപ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇനി 10ാമത്തെ വാക്യം, അത് നമ്മൾ 9ാമാണ് പഠിച്ചത്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. അപ്പം പുത്രന്റെ അനുസരണത്തിൽ പൂർണ്ണ സംതൃപ്തനായ ദൈവം സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങണമെന്ന് മുൻനിർണയിച്ചു. ക്രൂശില മരണത്തോളം അനുസരണനായി തീർന്ന പിതാവിനെ അനുസരിച്ച ആ പുത്രന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങണമെന്ന് ദൈവം മുൻനിർണയിച്ചു. അവർക്ക് സങ്കീർത്തനം 2 അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മശികാ സങ്കീർത്തനം എന്ന് പേര് വിളിക്കുന്ന ആ സങ്കീർത്തനം അല്ലേ. നമുക്ക് അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിടാം. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ കോപം എന്തിനാ? പാപത്തോടുമുള്ള ദൈവത്തിന്റെ കോപം. ആ പാപത്തിലുള്ള മനുഷ്യനോട് ദൈവത്തിന് കോപവും ക്രോധവും ഉണ്ട്. അതിന്റെ അന്ത്യമെന്ന് പറയുന്ന നരകമാണ്. പക്ഷെ അത് നരകത്തിലേക്ക് പോകാതിരിപ്പാനായിട്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. പുത്രന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും, അതിൽ അവനെ ശരണം പ്രാപിക്കുന്ന ഏവരും ഭാഗ്യവാന്മാർ. അവർ നിത്യരാജ്യത്തിലേക്കാവും പിതാവിന്റെ കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവര് ആയിത്തീരും. ഇവിടെ ചിലവര് പറയുന്നുണ്ട് ഇത് യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ചാ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല. ആ പുത്രന് സകലത്തിലും അധികാരം നൽകി എന്ന അർത്ഥമേ അവിടെ കാണുന്നുള്ളൂ. ഇനി ആരൊക്കെയാണ് പുത്രന്റെ മുമ്പിൽ മടങ്ങുന്നത്? എല്ലാം സ്വർലോകർ, ഭൂലോകർ, അധോലോകർ. സ്വർലോകർ എന്ന് പറയുമ്പോൾ എല്ലാ ഏഞ്ചലിക് ബീങ്സും, ഏഞ്ചൽസ് ഇൻ ദ ഹെവൻ. റെവലേഷൻ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും 4:8-8ഉം 9ഉം വാക്യങ്ങൾ. സ്വർഗത്തിലെ മുഴുവൻ ഏഞ്ചലിക് ബീങ്സും. 4:8 4 ജീവികളും, വെളിപ്പാട് 4:8 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കും. അപ്പൊ അവരുടെ കിരീടങ്ങളെ താഴെയിട്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നമുക്ക് ഈ ലോകത്തിൽ കിരീടവും പ്രതിഫലവും ഒക്കെ പ്രാപിക്കാനിരിക്കുന്നത്, അവിടെ ചെല്ലുമ്പം പ്രതിഫലം കിട്ടുമെങ്കിലും അതെല്ലാം പുത്രന്റെ കാൽ ഇടുന്ന ഒരു അവസരമുണ്ടാകും. എല്ലാം പുത്രന്റെ
കാൽക്കൽ വെക്കുന്ന ഒരവസരമുണ്ടാകും. ഓക്കെ. അപ്പം സ്വർഗത്തിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിതാവൊഴികെ. അപ്പം അതെവിടെ നമ്മൾ കാണുന്നത്? 1 കൊരിന്ത്യർ 15ന്റെ 27ഉം 28ഉം വാക്യങ്ങൾ നമുക്ക് കാണാം. പിതാവൊഴികെ സകലതും, സ്വർഗത്തിലുള്ള സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും അവന് കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. അപ്പൊ സകലത്തെയും അവന് കീഴാക്കി കൊടുത്തവൻ പിതാവ് ഒഴികെ എന്ന് സ്പഷ്ടം. പിതാവ് ഒഴികെ സകലവും പുത്രന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഒന്ന് ആലോചിച്ചേ. ഇവിടെ ഭൂമിയിൽ ഇറങ്ങി വന്ന് പുത്രൻ ആ ക്രൂശിലമരണത്തോളം ആയി തീർന്നു. അപ്പോൾ ദൈവം പുത്രനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം കൊള്ളുകയും സ്വർഗത്തിലുള്ളത് സകലവും തനിക്ക് കീഴാക്കി വെച്ചപ്പോൾ, എന്നാൽ 15ന്റെ 28 നോക്കി ഒന്നുകൂടെ വായിക്കാം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിനെ പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അവിടെയും പുത്രന്റെ താഴ്മയാണ് നാം കാണുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും വായിച്ചിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന വാക്യമായത്. സകലത്തിലും സകലവും, ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിനെ പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പം സ്വർലോകത്തിലെ സകല ഏഞ്ചലിക് ബീയിങ്സും പുത്രന് കീഴ്പ്പെട്ടിരിക്കും. അതുപോലെ തന്നെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ പുത്രന് കീഴ്പ്പെട്ടിരിക്കുമെന്ന് സ്വർലോകത്തിലുള്ളതാ പറയുന്നത്. അത് വീണ്ടെടുക്കപ്പെട്ട ഇവരുടെ ആത്മാക്കൾ. റെവലേഷൻ 4ന്റെ 9 മുതൽ 10, 11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 10, 11 വാക്യങ്ങൾ. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഉൾപ്പെടുക. അപ്പൊ ഏഞ്ചലിക് ബീം മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും, മൂപ്പന്മാരും ഉൾപ്പെട്ട എല്ലാ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരുടെ ആത്മാവുകൾ പുത്രനെ കീഴ്പ്പെട്ടിരിക്കുക. അപ്പം സ്വർലോകത്തിലുള്ളത്. ഇനി ഭൂലോകത്തിലുള്ളവരാരാ? രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരൊക്കെയും പുത്രന് കീഴ്പ്പെട്ടിരിക്കും. അത് ഭൂലോകത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഭൂലോകർ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഡിസൊബീഡിയന്റ് ആയിരിക്കുന്ന പുത്രനെ കീഴ്പ്പെടാത്തവരും ഒരിക്കൽ പുത്രനെ കീഴടങ്ങുമെന്ന് നമുക്ക് വായിക്കുവാൻ. അത് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറയാം. എന്നാലും ആ വാക്യം ഒന്ന് ഞാൻ വായിച്ചു പോകാം. 2 തെസ്സലോനിക്കർ 1:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 1:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും അനുഭവിക്കുന്ന നിങ്ങൾക്ക് അവരോടുകൂടി ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ നീതിയല്ലോ. അപ്പൊ കർത്താവ് ഇപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും ദൈവത്തിന്റെ മക്കളെ ദണ്ഡിപ്പിക്കുന്നവരും അതുപോലെ സുവിശേഷം അനുസരിക്കാത്തവരും എല്ലാവരും അത് ഭൂലോകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ എല്ലാവരും. ഇനി അത് മാത്രമാണോ? അധോലോകരും. അധോലോകരെന്ന് പറയുമ്പോൾ സൈറ്റൻ, ഡീമൺസ്, ഡിസൊബീഡിയന്റ് സോൾസ് ഇൻ ഹെല്ല്. അപ്പൊ അന്ന് മരിച്ചുപോയ ദൈവത്തെ അനുസരിക്കാത്തവരുടെ ആത്മാക്കൾ എന്ന് വെച്ചാൽ എല്ലാം അദൃശ്യമായതും ദൃശ്യമായതും എല്ലാം പുത്രന് കീഴ്പ്പെട്ടിരിക്കുക. അപ്പം കീഴ്പ്പെടാത്ത ഒന്നുമില്ല. സ്വർലോകത്തിലും ഈ ലോകത്തിലും അധോലോകത്തിലുമുള്ള സകലതും പുത്രന് കീഴ്പ്പെട്ടിരിക്കും. അപ്പം യേശുവിന്റെ നാമത്തിങ്കൽ എല്ലാവരുടെയും മുട്ടുമടങ്ങും എന്ന് പറഞ്ഞാൽ ഏത് നാമമാണോ ഏറ്റവും അവഹേളിക്കപ്പെട്ടത്, ഏത് നാമമാണോ ഏറ്റവും ദുഷിക്കപ്പെട്ടത്? നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഏറ്റവും അവഹേളിക്കപ്പെട്ടു. ക്രൂശിൽ പോലും പുത്രനെ നിന്ദിച്ചവരാ, അല്ലേ? തുപ്പിയവരാ, മുഖത്ത് തുപ്പിയവരാ, അടിച്ചവരാ.
ആ ആ എത്രയും അവഹേളിക്കപ്പെടാമോ, മുഖം വിരൂപം ആളല്ലാതെ തോന്നുമാറ് വിരൂപമായി തീർന്ന, അതുപോലെ ആയി തീർന്ന, എത്ര അവഹേളിച്ചുവോ ആ നാമത്തിന്റെ മുമ്പിൽ, ആ പുത്രന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. അപ്പം എത്രത്തോളം ദുഷിക്കപ്പെട്ടോ ആ ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ആ ദുഷിക്കപ്പെട്ട നാമം ഏറ്റവും ഉയർത്തപ്പെടും. ഇനി മുഴങ്കാൽ എന്ന് പറയുന്നത് സൈൻ ഓഫ് സബ്മിഷൻ, ആ ഒരു സബ്മിഷന്റെ ഒരു സൈനാണ് മുഴങ്കാൽ എന്ന് എന്ന് പറയുന്നത്. അപ്പൊ മുഴങ്കാൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പുത്രന് സബ്മിസീവ് ആയിരിക്കും, എല്ലാവരും പുത്രന് കീഴടങ്ങിയിരിക്കും. അത് ഈ സ്വർലോകത്തിലുള്ളവരും ഭൂലോകത്തിലുള്ളവരും അധോലോകത്തിലുള്ളവരും സകലവും പുത്രന് കീഴ്പ്പെട്ടിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി പിരിക്കുമ്പോൾ രണ്ടു വിധത്തിലുള്ള സബ്മിഷനാണ്. ഒന്ന് ആനന്ദത്തിന്റെ സബ്മിഷനും, രണ്ടാമത്തെ നിരാശയുടെ സബ്മിഷനും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആനന്ദത്തോടെ മുഴങ്കാൽ മടക്കും. സ്വർഗീയ ഏഞ്ചലിക് ബീങ്സ്, സ്വർഗത്തിലുള്ളവർ ആനന്ദത്തോടെ മുഴങ്കാൽ മടക്കുമ്പോൾ വീണുപോയവർ കണ്ണീരോടെ യേശു കർത്താവെന്ന് ഏറ്റുപറയും. അപ്പോൾ ഒരു കൂട്ടർ മനസ്സോടെ സന്തോഷത്തോടെ ഏറ്റുപറയുമ്പോൾ രണ്ടാമത്തെ കൂട്ടർ മനസ്സില്ലാതെ ആ നിരാശയോടെ കണ്ണുനീരോടുകൂടെ കരഞ്ഞുകൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. അപ്പം ഇന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താത്തവർ അന്ന് മുട്ടുകുത്തും. ഇന്ന് വില്ലിംഗ്ലി മുട്ടുകുത്തിയാൽ അന്ന് കരയേണ്ട ആവശ്യമില്ല, അന്ന് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്, അല്ലേ? ദൈവത്തിന്റെ കൃപയുടെ ഈ നാളുകളിൽ ദൈവം നമുക്ക് ആ കൃപാ കാലത്തിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുക, അല്ലെ? ആ കൃപായുഗത്തിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുടെ ഈ സമയത്ത് മുട്ടുകുത്താത്തവർ അന്ന് നിരാശയോടെ കണ്ണുനീരോടുകൂടെ മുട്ടുകുത്തേണ്ടി വരും. എല്ലാ നാവും ഏറ്റു പറയും. അപ്പം കൺഫ്യൂസ് ചെയ്യും, അക്നോളജ് ചെയ്യും. എല്ലാവരും വില്ലിംഗ്ലി ഓർ അൺവില്ലിംഗ്ലി ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് മുമ്പിൽ മടക്കേണ്ടതായിട്ട് വരും. അത് സന്തോഷത്തോടെ മുട്ടുമുടക്കുന്നവരുമുണ്ട്, കണ്ണുനീരോടെ മുട്ടുമുടക്കുന്നതും ഉണ്ട്. അപ്പോൾ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് നാം ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാണെങ്കിൽ അന്ന് കണ്ണീരോടുകൂടെ യേശു കർത്താവ് എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വെള്ളസിംഹാസനത്തെ മുമ്പിൽ വിധിക്കപ്പെടുമ്പോൾ അന്ന് കണ്ണുനീരോടുകൂടെ യേശു കർത്താവ് എന്ന് പറഞ്ഞ് അന്ന് രക്ഷിക്കപ്പെടുകയില്ല. അന്ന് നിരാശയോടെ നരകത്തിലേക്ക് മടങ്ങേണ്ടതായിട്ട് വരുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ ഏറ്റുപറയും നല്ലത്, ഇപ്പോൾ ഏറ്റുപറഞ്ഞ സ്വർഗത്തിലേക്ക് പോകും. അന്ന് സന്തോഷത്തോടെ പുത്രന്റെ മുമ്പിൽ മുട്ടുമടക്കാനാവും. പക്ഷെ ഇന്ന് ഏറ്റുപറഞ്ഞില്ല എങ്കിൽ, പിന്നെ എന്ന് വിചാരിക്കുന്നു എങ്കിൽ, അന്ന് ഏറ്റുപറയേണ്ടവരും യേശു ക്രിസ്തു കർത്താവെന്ന്. പക്ഷെ പോകുന്നത് നരകത്തിലേക്കായിരിക്കും, നിത്യ നരകത്തിലേക്കായിരിക്കും. അപ്പൊ ഒരു കൂട്ടർ ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടുകൂടി കർത്താവിങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കൂട്ടർ സങ്കടത്തോടുകൂടിയും നിരാശത്തോടെയും പല്ലല്ല പറയുന്നത്, പല്ലിറുക്കുക എന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് നാശത്തിലേക്കും ന്യായവിധിയിലേക്കും പോകുവാനായിട്ട് കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുമെന്ന് പറഞ്ഞ ആ നാശത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തന്നെ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഓക്കെ, യേശു ഇവരെന്തോ പറഞ്ഞുകൊണ്ടാ പോകുന്നത്? നരകത്തിലേക്ക് പോകുന്നവർ യേശു കർത്താവ് എന്ന് വിളിച്ചു പറയും. ജീസസ് ഈസ് ദ ലോർഡ്. അപ്പൊ ക്രിസ്തു ജയാളിയായി പിതാവിന്റെ സന്നിധിയിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ നിന്നും പോന്നതിനേക്കാൾ വലിയൊരു പദവിയിലേക്കാണ് പുത്രൻ പ്രവേശിക്കുന്നത്. അപ്പൊ ആ ദൈവത്വത്തോടുകൂടെ മനുഷ്യത്വം ആഡ് ചെയ്യപ്പെട്ടതുപോലെ വലിയൊരു പദവിയിലേക്കും പുത്രൻ ആയിത്തീരുകയാണ്. സകല നാമത്തിനും മേലായ നാമം നൽകി ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും ക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങിയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അന്നത്തെ കാലത്ത് നമുക്കറിയാം, റോമൻ കൈസറെ ലോർഡ് എന്ന് വിളിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദ്യ നൂറ്റാണ്ടിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികൾ യേശുവിനെ കർത്താവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ അഗ്നിജ്വാലയിൽ ഇടണ്ട വന്നു. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഇനി കർത്താവിന്റെ വരവിങ്കൽ ആ
യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറഞ്ഞ് ആനന്ദത്തോടെ ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കും, കർത്താവിനോട് കൂടെ എന്നേക്കും വാഴുന്ന അവസ്ഥയിലാക്കി. നമുക്കിപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല യേശു ക്രിസ്തു കർത്താവെന്ന് പറയാനല്ലേ. ബുദ്ധിമുട്ടില്ലായിരിക്കുന്ന സമയത്തും ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്നത്തെ കാലത്ത് യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ അന്ന് ആ മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയും തൂണിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിട്ടും യേശുവിനെ സ്വീകരിച്ച യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയും. അവരുടെയൊക്കെ പ്രതിഫലം എന്ത് വലുതാ! ദൈവത്തിന് സ്തോത്രമല്ലേ. നമ്മൾക്കും ഇപ്പോഴും വിശ്വസിപ്പാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്ന്, ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. നമുക്കും യേശു കർത്താവ് എന്ന് പറഞ്ഞ് ആ സന്തോഷത്തോടുകൂടെ പുത്രന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഓക്കെ, അപ്പം എന്തോരം ദൈവത്തിന്റെ മഹത്വത്തിനായി യേശുക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞ എല്ലാ നാവും, പറയാത്ത ഒരു നാവുമില്ല. ഭൂലോകത്തിലെയും സ്വർലോകത്തിലെയും അധോലോകത്തിലെയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും. അപ്പം യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. യേശുവിന്റെ നാമം ഉയർത്തപ്പെടുമ്പോൾ പിതാവിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരും. അപ്പം ആ അന്തമില്ലാത്ത ദൈവത്തിന്റെ കൃപയാൽ സ്വർഗത്തിലെ മണിമകുടമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യത്വം സ്വീകരിച്ച് നമ്മൾ ഒരാളായി ജീവിച്ച് നമുക്ക് വേണ്ടി പാപയാഗമാക്കി തീർത്തു. അപ്പം വിശ്വസിക്കുന്ന ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അപ്പൊ ഇവിടെ പറയുന്ന ക്രിസ്തുവേശുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ പൗലോസ് ഫിലിപ്പിയരോട് പറയുമ്പോൾ ഇന്ന് നമ്മളോടും പറയുന്നു. ആ യേശു ക്രിസ്തുവിലെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അന്ന് സഭയിൽ നിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പൗലോസ് നിർദ്ദേശിച്ചതാ ആ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളുണ്ടാകുക. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടുകളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഏതു മേഖലകളിലും ആ ക്രിസ്തുവേശുള്ള ഭാവമുള്ളവരായി ജീവിപ്പാൻ ഈ വചനങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശയോടെ യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരികയില്ല. സന്തോഷത്തോടു കൂടെ യേശുവിനെ കർത്താവെന്ന് വിളിച്ചപേക്ഷിപ്പാൻ നമുക്ക് കഴിയും. നമ്മൾ പത്രോസിന്റെ ലേഖനം പറയുന്നുണ്ട്, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ കൈക്കീഴ് താണിരിപ്പിൻ. വായിക്കാം, 1 പത്രോസ് 5:5-6 വാക്യങ്ങൾ. ഔവണ്ണം പ്രിയമുള്ളവരെ, മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അപ്പം ക്രിസ്തുവേശുള്ള ഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് 12ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 12ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതുകൊണ്ട്? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്. 2:6-8 വരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ച് പറഞ്ഞു. ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ആ അത് കഴിഞ്ഞപ്പോൾ ദൈവം തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തുവിനെ ആ എല്ലാ നാമത്തിനും മേലാകുന്നായ നാമം നൽകി ഉയർത്തി ആ മാതൃക പിന്തുടരുക. അത് ഓരോ വിശ്വാസിയുടെയും മാതൃക അത് തന്നെ ആയിരിക്കണം. ഇനി ഇവിടെ പറയുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. ഇപ്പോൾ കുറെ നാൾ അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ അനുസരിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോൾ ദൂരത്തായിരിക്കുകയാണ്, അതുകൊണ്ട് ഏറ്റവും അധികമായി, അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിലും അധികമായി വർദ്ധിച്ചു വരണം. അപ്പൊ അവരോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഭയാ ഫിലിപ്പ് സഭ എന്ന് പറയുന്ന, മക്കെദോന്യ സഭകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അവര് അനുസരിച്ചു. നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചന ഞങ്ങളുടെ വചനമായിട്ടൊന്നും അല്ല, അത് തെസ്സലോനിക്കരോട് പറയുന്നെങ്കിലും അത് ഞങ്ങളുടെ ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നെന്നാ പറഞ്ഞ. വിശ്വസിച്ച് അവരിലെല്ലാവരും വ്യാപരിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെയുള്ള അനുഭവം, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അനുസരണമുള്ളവരായിരുന്നു, പക്ഷെ ഇനി അതിലും വർദ്ധിച്ചു വരണം. അപ്പൊ ഇനി എത്ര വർദ്ധിക്കണം? എത്രത്തോളം വർദ്ധിക്കാമോ അത്രത്തോളം. നമുക്കറിയാം ക്രിസ്തുവിനോടുള്ള ജീവിതം വർദ്ധിച്ചു വരുന്നത് അല്ലേ. നമ്മളെ ഈ ലോകത്തിലെ ഏത് ജീവിതങ്ങളും കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ അകലുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും
നമ്മൾ ഇച്ചിരി കൂടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരിന്ന് അകലുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ ക്രിസ്തുവിലെ ജീവിതം അതല്ല. അത് നാം കൂടുതൽ അറിയുന്തോറും നമ്മുടെ ആ ആ ജീവിതം വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ നമ്മൾ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, അല്ലെ? ക്രിസ്തുവിനെ കൂടുതൽ അറിയുമ്പോൾ ക്രിസ്തുവിനുള്ള വിശ്വാസം വർദ്ധിക്കും, ക്രിസ്തുവിനുള്ള ആശ്രയം വർദ്ധിക്കും, ക്രിസ്തുവിനുള്ള സ്നേഹം വർദ്ധിക്കും, ക്രിസ്തുവിനുള്ള കൂട്ടായ്മ വർദ്ധിക്കും. അതുപോലെ തന്നെ സേവനം ചെയ്യാനുള്ള ആ ഒരു സന്നദ്ധത വർദ്ധിക്കും, ജ്ഞാനം വർദ്ധിക്കും, വിവേചനം വർദ്ധിക്കും, എന്ന് പറയുന്ന പരിജ്ഞാനം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കാത്തതായി ഒന്നുമില്ല, സകലവും വർദ്ധിച്ചു വരുന്നു. അപ്പം വിശ്വാസത്തിൽ തുടങ്ങി എല്ലാ ക്രിസ്തുവിനുള്ള ആ ക്രിസ്തീയ ജീവിതം വർദ്ധിച്ചു വരുന്നതാണ്. ചിലർ വിചാരിക്കാം, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ കുറച്ച് വചനം വായിച്ചു അതുകൊണ്ടങ്ങ് നിർത്താമെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, അത് വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ ഇത്രയും ഞാൻ വാക്യം പഠിച്ചോ, ഇനി വേണ്ട, കുഴപ്പമില്ല, അതല്ല. അതെപ്പോഴും വർദ്ധിച്ചു വരണം. ഓട്ടം ഓടിക്കൊണ്ടേ നാം ഇരിക്കണം, അല്ലെ? പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ ഓട്ടം തികയ്ക്കുന്നതായി തരണം. കർത്താവ് നമ്മെക്കുറിച്ച് എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതേ രീതിയിലായി തന്നെ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ആഗ്രഹമുണ്ടല്ലേ. അവരെത്ര വളർന്നാലും നമുക്ക് മതിയാവത്തില്ല. അവർ ഇനിയും വളരണം, ഇനിയും വളരണം, ഇവരെയും വരണം, അല്ലേ? അവര് നന്നായി തീരണം, അവര് നമ്മളെക്കാളും നന്നായി തീരണം. അതാണ് നമ്മുടെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും, അല്ലേ? അതുപോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മെക്കുറിച്ച് എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ക്രിസ്തുവിലെ അനുഗ്രഹങ്ങളെല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതാണ്. ഈ ലോകത്തിന് അനുഗ്രഹങ്ങളൊന്നും വർദ്ധിച്ചു വരുന്നതല്ല. അത് എപ്പോഴും താഴോട്ട് പോകാവുന്നതാ, അല്ലേ? ഷെയറിന്റെ ഒക്കെ അത് എപ്പോഴും താഴെ പോകാവുന്നതാ. അങ്ങനെ ഏതും താഴെ പോകാവുന്നതാ. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസവും ജീവിതവും എന്ന് പറഞ്ഞാൽ എപ്പോഴും വർദ്ധിച്ചു വരിക. അതൊരിക്കലും സ്റ്റാഗ്നന്റ് ആയിരിക്കത്തില്ല, അത് എപ്പോഴും വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ വർദ്ധിച്ചു വരണം. ക്രിസ്തുവിനുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ഇവിടെ പറയുന്നത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമേ, ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അപ്പൊ ആ രക്ഷയ്ക്കായി പ്രവർത്തനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഏറ്റവും അധികമായി, നിങ്ങളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും അധികം. നമ്മോടും പറയാം, നാം ഇപ്പം ചെയ്യുന്നതിനേക്കാളും അധികമായി. എങ്ങനെയായിരിക്കണം? ഭയത്തോടും വിറയലോടും കൂടെ, വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലെ ഭയമെന്ന് പറയുന്ന ഭയമല്ല ദൈവത്തോടുള്ള ഭയം. പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തോടുള്ള ഭയവും വിറയലും ഒക്കെ ഉള്ളത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയവും വിറയലും ഒക്കെയാണ്. റെവറൻഷ്യൽ ഫിയർ എന്ന് പറയും, അല്ലെ? അപ്പൊ നമുക്ക് ദൈവത്തോട് ഇടപെടുന്ന ഏതു കാര്യത്തിലും നമ്മൾ ഭയത്തോടും വിറയലോടും ആയിരിക്കണം. ദൈവം നമ്മളെ രക്ഷിച്ചു. ചിലവർ വിചാരിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാം. അതങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് എന്ന രീതിയിൽ എപ്പോഴും ഇടപെടുന്ന പോലെ അല്ല. ദൈവത്തോളം ഭയത്തോടും വിറയൽ എത്രത്തോളം അടുക്കാമോ അത്രത്തോളം നാം ദൈവത്തോടും ചിലവർ പറയുന്ന കർത്താവിന്റെ കീശയിലാന്നൊക്കെ പറയല്ലേ. അതൊന്നും അല്ല. ഏത് സമയത്തും ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നാം അടുത്തു വരിക. നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് പോലെ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും കാണിക്കണില്ല. ദൈവത്തോടുള്ള ഭയം നമുക്ക് വർദ്ധിച്ചു വരണം. കാരണം നമ്മെ സൃഷ്ടിച്ച ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അടുത്തു വരുന്ന ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം. അപ്പം പേടിയിൽ നിന്നോ സംശയത്തിൽ നിന്നോ ആങ്സൈറ്റിയിൽ നിന്നോ ഉള്ള ഒരു ഭയമല്ല, ദൈവത്തിൽ നിന്നുള്ള ആദരവോടുകൂടിയുള്ള ഭയം. കൂടിയുള്ള ഭയമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി മൂലം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപം മൂലം, ഞാൻ ചെയ്യുന്ന എന്ത് മൂലവും എൻ്റെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ കാരണമായി തീരരുത്. എൻ്റെ പ്രവൃത്തിയോ എൻ്റെ പറച്ചിലോ എൻ്റെ എന്ത് തന്നെയാണ്, എന്നിൽ നിന്നുള്ള ഒരു നോട്ടം പോലും ആണെങ്കിലും, മറ്റുള്ളവരോടുള്ളതാണെങ്കിലും, അത് ദൈവത്തിന്റെ നാമം ദുഷിക്കുവാനായിട്ട് ഇടയായി തീരരുത്. വാക്കിലും
നടപ്പിലും പ്രവൃത്തിയിലും തിമോഥെയോസിനോട് പറയും നിർമ്മലതയിലും നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മോടും അതാ പറയുന്നേ, ആ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള ഭയത്തോടെ ആയിരിക്കണം. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവകളല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും നാം ഭയത്തോടും വിറയലും, നാം ഈ ഭൂമിയിൽ മനുഷ്യരെ സേവിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും സേവിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, പക്ഷെ നമ്മൾ പറയുമായിരിക്കും മറ്റുള്ളവരെ സേവിക്കുന്ന, അതൊന്നുമല്ല. നാം മറ്റുള്ളവരെ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ്. നാം എന്ത് ചെയ്താലും അത് ദൈവത്തിൽ നിന്നുള്ള ഭയത്തോടുകൂടെ ആയിരിക്കണം. അത് ആ കോപത്തിന്റെ ഭയമല്ല, ദൈവം നശിപ്പിക്കുമോ ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ഭയമല്ല. ആ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രവൃത്തി മൂലം, അല്ലെ എൻ്റെ ഒരു വാക്കുമൂലം, എൻ്റെ ഒരു നോട്ടം മൂലം, എൻ്റെ കയ്യിലെ എന്തെങ്കിലും മൂലം, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിന്റെ ഒരു ചിന്ത മൂലം എൻ്റെ ദൈവത്തിന് നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരരുത്. എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ദൈവത്തെ ദുഃഖിക്കുന്നതായി തീരരുത്. ആ ഭക്തിയിൽ നിന്നുള്ള ഭയമാണ് റെഫറൻഷ്യൽ ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇത് ആ ഭയത്തോടുകൂടെ ആദരവോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന അതേ നമുക്കറിയാം. ഈ ലോകത്തിലെ അനേകം വിദ്യാസമ്പന്നര്, അതുപോലെ അനേകം കഴിവുള്ളവരെ, ബൈബിൾ പഠിക്കുന്നവരെ എല്ലാവരും തന്നെ, പക്ഷെ ആ ദൈവത്തിന്റെ ഭയവും ഭക്തിയും ഒന്നുമില്ലെങ്കിൽ അവരുടെ ജ്ഞാനം വെറും ജ്ഞാനമാണ്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമെല്ലാം ഭോഷത്വമാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജ്ഞാനമാണ് ഏറ്റവും വിലയേറിയത്. നമ്മൾ യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? വായിക്കാം, യെരമ്യാവ് 5:22. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എൻ്റെ സന്നിധിയിൽ വിറയ്ക്കില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായ മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അരച്ചാലും സാധിക്കയില്ല, എന്ന് തന്നെ ഇരച്ചാലും അത് കടക്കില്ല. അത്രത്തോളം ചെയ്ത ദൈവത്തിന്, അല്ലെങ്കിൽ ഭൂലോകത്തിന്റെ അധിപതിയാകുന്ന സൃഷ്ടാവാകുന്ന ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ വിറയ്ക്കല്ലയോ? അപ്പൊ സാധാരണ മനുഷ്യരോട് ഇടപെടുന്നത് പോലെ അല്ല നാം ദൈവത്തോട് ഇടപെടുന്നത്. മനുഷ്യരോട് അടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി സ്വാതന്ത്ര്യം കാണിക്കും, ദൈവത്തോട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ അടുപ്പവും എല്ലാം ഭയത്തോടു കൂടെ ആയിരിക്കണം. ഓവർ നമുക്ക് ആ സ്വാതന്ത്ര്യം കാണിക്കാനായിട്ട് പാടില്ല. ദൈവത്തോട് അടുക്കാം, പക്ഷെ അത് ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കണം. എൻ്റെ ഒരു പ്രവൃത്തിയും ദൈവത്തെ ദുഷിപ്പിക്കുന്നതായിത്തീരുവാൻ, ദൈവത്തിന് നാമത്തിന് ദോഷം വരുത്തുന്നതായിത്തീരുവാൻ ഇടയാകരുത് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ വചനത്തെ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യെശയ്യാവ് 66:2. എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു, ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പം ദൈവത്തോടുള്ള ഭയം എപ്പോഴും വേണം. സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കൊള്ളുന്നു, നിങ്ങളുടെ ഭയം നിമിത്തം എൻ്റെ രോമാഞ്ചം കൊള്ളുന്നു, നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ആ ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ മുമ്പിലും നാം ഭയപ്പാടോടെ, അല്ലെങ്കിൽ ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം. ആ സ്നേഹത്തിൽ നിന്നുള്ള ഭയമായിരിക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ ശക്തിയിലും പരമാധികാരത്തിലുമുള്ള ആഴമായ അറിവിൽ നിന്നും, അല്ലെ ആശ്രയത്തിൽ നിന്നും വരുന്ന ബഹുമാനകരമായ ഭയമായിരിക്കണം. എന്നൂടെ പറയാം, ദൈവത്തിന്റെ ശക്തിയിലും പരമാധികാരത്തിലുമുള്ള ആഴമായ അറിവിൽ നിന്നും ആശ്രയത്തിൽ നിന്നും വരുന്നതായ ബഹുമാനപരമായ ഭയം. അപ്പം കാരണമുണ്ട്, അവനോട് നാം എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു ആഴമായ ബോധം നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കണം. നാം എല്ലാവരും ക്രിസ്തുവിന് ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അവനെ ഭയപ്പെടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. പൗലോസ് പറയുകയാണ്, അവനെ ഭയപ്പെടണം, എല്ലാത്തിനും നാം അവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. 2 Corinthians 5 ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, മുമ്പോട്ട് പോകാം. അപ്പം അതിന്റെ അർത്ഥം നാം അറിഞ്ഞതിൽ അനുസരിക്കണം. അറിയത്തില്ലാത്തതിൽ ദൈവം നമ്മോടൊന്നും ചോദിക്കത്തില്ല. പൗലോസ് തന്നെ പറയുന്നതിന് മുമ്പേ, ഞാൻ ദൂഷകനും ഉപദ്രവം നിഷ്ഠൂരനുമായിരുന്നു, അറിവില്ലായ്മ ചെയ്താൽ ദൈവം എനിക്ക് കണ്ണ് തോന്നി. പക്ഷേ അറിവിൽ നിന്നും നമുക്ക് ദൈവത്തെ ദുഷിപ്പാനായിട്ട് ഇടയായതിന് അറിഞ്ഞതിൽ ദൈവം നമ്മോട് ചോദിക്കും. നാം അറിഞ്ഞതിന് ദൈവത്തിന്റെ സന്നിധിയിൽ അക്കൗണ്ടബിൾ ആയിരിക്കും. അത്രയാണ്.
അപ്പം ദൈവത്തോടുള്ള ഭയത്തിൽ ആയിരിക്കണം. ദൈവം നമ്മളുടെ ഒരു പ്രവൃത്തിയും ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരരുത് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കേണ്ടതാകുന്നു എന്നുള്ള. അപ്പം ദൈവത്തോടുള്ള ഭയം നമുക്ക് നശിപ്പിക്കുന്ന ഒരു ഭയമല്ല, അല്ലെ, നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ഭയമാണ്. ആ ഭയത്തോടും വിറയലോടും നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മൾ ഈ ലോകത്തിന്റെ ഭയമൊക്കെ ആണെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള ഭയമാണ്. പക്ഷെ ഈ ഭയമെന്ന് പറയുന്നത് നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതം മൂലം ക്രിസ്തുവിനും നാമം ദുഷിക്കാതിരിക്കാൻ വേണ്ടി നാം നമ്മെ തന്നെ വിശുദ്ധിയിലും വെടിപ്പിലും സൂക്ഷിക്കുന്ന ആ ഭയമായിരിക്കണം. അപ്പൊ ദൈവത്തോടുള്ള ഭയത്താൽ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നാം പാപത്തെയും പാപമോഹങ്ങളെയും വിട്ടുതിരിഞ്ഞ് കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെയൊക്കെ വിട്ടുതിരിഞ്ഞ് കർത്താവിലായിട്ട് പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയാൻ ദൈവത്തോടുള്ള ഭയം. കാരണം എൻ്റെ പ്രവൃത്തി, എൻ്റെ പാപത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ ജഡപരമായ മോഹങ്ങളെ, എൻ്റെ എന്താണെങ്കിലും അത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നത്. അപ്പൊ നമ്മെ തന്നെ വെടിപ്പാക്കി നാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ആ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ആ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നമ്മൾ ആയിരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോടുള്ള ഭയം നമ്മെ ആക്കി തീർക്കും. അപ്പൊ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുള്ള ഭയനിമിത്തം, നിനക്ക് തന്നെ സദൃശ വാക്യങ്ങൾ, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നുന്നു, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറും. യഹോവയെ ഭയപ്പെടുന്നവർ ദോഷം വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. സദൃശവാക്യങ്ങൾ 8:13, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. അപ്പം ദൈവത്തോടുള്ള ഭയം മൂലം ഞാൻ സകലത്തെയും, എനിക്കിഷ്ടമില്ലാത്ത ദൈവത്തിന് ഇഷ്ടമുള്ളതിനെല്ലാം ഞാൻ പകയ്ക്കുന്നു. അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആ മനുഷ്യരോടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടുന്നതാകുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ആക്കിയിരിക്കുമ്പോൾ, നമ്മെ ആക്കിയിരിക്കുന്ന ആ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ശിക്ഷിക്കാതിരിക്കുമ്പോൾ കിട്ടുമ്പോൾ അത് നമുക്ക് വിശദീകരണമൊന്നും വരുത്തുന്നൊന്നും അല്ല, നമ്മുടെ ആ ജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലും. പക്ഷെ ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ എന്താകുന്നേ? നമ്മുടെ പാപ സ്വഭാവങ്ങളെ വിട്ടുതിരിഞ്ഞ് നാം ദൈവത്തോടുള്ള വിശുദ്ധീകരണത്തിൽ ആകുവാനായിട്ട് ശ്രമിക്കും. അപ്പം ദൈവത്തിന്റെ ഭയം നമ്മെ അനുഗ്രഹത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ദൈവം നമ്മെ നടത്തും. അതുപോലെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടല്ലേ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് പറയുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. നാം പരീക്ഷയിൽ അകപ്പെടുമ്പോഴും നാം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അത് നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് ബാധിക്കുന്നത്. അത് നമ്മൾ ദൈവത്തോട് ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞു പോകുന്നല്ലേ. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ നാം പ്രവർത്തിക്കണം. എന്ത് പ്രവർത്തിക്കണം? നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അപ്പൊ ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ, മലയാളം രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് പറയുന്ന വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അപ്പം രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ ഇവിടുന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുന്ന വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്ന വർക്ക് ഔട്ട് ഫോർ യുവർ ഓൺ സാൽവേഷൻ, നാം നമ്മുടെ രക്ഷയ്ക്കായി ഓരോരുത്തരും അവരുടെ യുവർ ഓൺ സാൽവേഷൻ, ഓരോരുത്തരും അവരവരുടെ രക്ഷയ്ക്കായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ ഈ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എഫെസ്യർ 2 പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കുക, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാണ്. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. നമ്മുടെ പ്രവൃത്തികളൊന്നും നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നില്ല. പക്ഷേ ഇവിടെ ആ രക്ഷയെ പ്രവർത്തിക്കാനല്ല പറയുന്നത്, നാം രക്ഷ, നമ്മൾക്ക് ലഭിച്ച രക്ഷ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മിൽ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ നാം ഇനി വർക്കൗട്ട് ചെയ്യണം. ആ രക്ഷയുടെ ഫലം നാം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മുടെ രക്ഷ
പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. അത് ഒരു ദിവസമല്ല, അത് എല്ലാ ദിവസവും നമ്മുടെ അന്ത്യം വരെ ആ രക്ഷ നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ആ ദൈവം നമ്മളൂടെ പ്രവർത്തിച്ചു. ആത്മീയമായ രീതിയിൽ ദൈവം നമ്മുടെ ഇന്നർ മാറ്റം വന്നു, അല്ലെ? നമ്മുടെ പ്രാകൃത മനുഷ്യന് മാറ്റം വന്നു, നമ്മളുടെ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടായി. ആ രക്ഷ നാം പ്രാപിച്ചപ്പോൾ ആ പുതിയ മനുഷ്യന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ആ പ്രായോഗിക പദത്തിൽ നാം കാണിക്കുക എന്നതാണ് ആ രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്ന് പറയും. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, അതിനു വേണ്ടി പൊരുതു. ആ രക്ഷ കിട്ടിയ സന്തോഷത്തിന് വേണ്ടി പൊരുതു. അതൊരു ഓട്ടക്കളമാണ്, അല്ലെ? ഓട്ടം തികയ്ക്കുക. നമ്മുടെ ജീവിതത്തിലും ആ ദൈവം പ്രവർത്തിച്ച ആ രക്ഷയെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് നാമും സ്ഥിരതയോടെ ഓടേണ്ടതാകുന്നു. അത് നിരന്തരമായി ചെയ്യേണ്ടതാകുന്നു. ആ കർത്താവിന്റെ വരവ് വരെ നാം അത് നിരന്തരമായി ചെയ്യേണ്ടതാകുന്നു. അപ്പൊ നമ്മുടെ നിരന്തരമായി ആത്മീക വർധനയും ആ വിശുദ്ധീകരണത്തെയുമാണ് ഇവിടെ രക്ഷാ പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ നിരന്തരമായ ആത്മീക വർധനയും നമ്മുടെ വിശുദ്ധീകരണവുമാണ് ആ പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരുന്നത്. നാം വചനത്താൽ രക്ഷിക്കപ്പെട്ടു, നാം വചനത്താൽ ജീവിക്കുമ്പോൾ ആ വചനം നമ്മൾ പ്രവർത്തിക്കും. ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക എന്നതാണ്. നമ്മൾ പറയുമ്പോൾ പോലെ നമ്മൾ സൽപ്രവൃത്തികൾക്ക് സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മെ നമ്മളാക്കി നമ്മുടെ പ്രവൃത്തികളല്ല, രക്ഷിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യണം. പക്ഷെ ആ പ്രവൃത്തിയിൽ ഉപരിയായി നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തികളൊന്നും നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒക്കത്തില്ല. പക്ഷേ നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, നാം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അതാണ് നമ്മെ ക്രിസ്തുവിങ്കലേക്ക് നടത്തുന്നത്. ക്രിസ്തുവിന് അനുരൂപമായി നാം ഇരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദിജാതനാകേണ്ട തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു വരിക. അത് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകിയാണ് ഈ രക്ഷ പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. പുത്രനെ നമുക്ക് വേണ്ടി തന്നു, നമുക്ക് രക്ഷ തന്നു. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണം. നാം പുത്രനോട് അനുരൂപമായി തീരണം. അപ്പം രക്ഷ എന്നത് ഒരിക്കൽ ലഭിക്കുന്നതാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം കാണണം. നിരന്തരം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം നിരന്തരം നമുക്ക് ദൈവത്തിന് കീഴ്പ്പെടുകയും ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണം. നിരന്തരം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോടുള്ള ഒരു ഭക്തിയുള്ള ഒരു വിശുദ്ധ ജീവനം നാം നയിക്കുകയും ചെയ്യണം. നമ്മൾ രണ്ട് പത്രോസിന്റെ ലേഖനത്തിലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 2 പത്രോസ് 1:5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ചിലപ്പോൾ ഇച്ചിരിയുടെ സമയം എടുത്തെന്നിരിക്കും. ഓക്കെ, വായിക്കാം. എങ്ങനെയൊക്കെ നാം ആയിത്തീരണം, എത്രത്തോളം നമുക്ക് വളരണം. 2 പത്രോസ് അത് നിമിത്തം 1:5 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിക്കണം. രക്ഷയ്ക്ക് വേണ്ടി സകല ഉത്സാഹം കഴിക്കണം. രക്ഷപ്രവൃത്തികൾ കൊണ്ടുവരാൻ നിങ്ങളുടെ വിശ്വാസം, സ്റ്റാർട്ട് ചെയ്യുന്ന വിശ്വാസം നിന്ന വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച സ്വഭാവം നിങ്ങൾ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീര്യത്തോട് പരിജ്ഞാനം, നാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വചനത്തിലും ഒക്കെ പരിജ്ഞാനമുള്ളവരായി തീരണം. നമ്മളുടെ ആ വചനം നമുക്ക് ജ്ഞാനം കിട്ടിയത് അത് പരിജ്ഞാനമായി തീരണം. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം? ഇന്ദ്രിയ ജയം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. അപ്പൊ നമ്മൾ ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് കീഴടങ്ങിയിരിക്കണം. ആത്മാവിനാൽ ജീവിക്കുകയും നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രണ വിധേയമാക്കുക. അപ്പൊ അത് ഇന്ദ്രിയ ജയം. എന്നിട്ട് ഇന്ദ്രിയ ജയത്തോടെ സ്ഥിരത. അത് ഒരു ദിവസം മാത്രമല്ല, അത് സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ്. എത്ര പരിശോധനകളും എത്ര കഷ്ടങ്ങളും ജീവിതത്തിൽ വന്നാലും വിശ്വാസത്തിൽ നിന്ന് സ്ഥിരതയുള്ളവരാകണം. അപ്പൊ എന്തു ചെയ്യണം? ഇന്ദ്രിയതയോട് സ്ഥിരത ഉണ്ടാകണം. അപ്പൊ നമ്മൾ വിശ്വാസം വേണം, സകല ഉത്സാഹം വേണം, വിശ്വാസം വേണം, അത് വീര്യം വേണം, അത് നമ്മുടെ സ്വഭാവത്തിൽ വരണം, പരിജ്ഞാനം വേണം, ജ്ഞാനം നമുക്ക് പരിജ്ഞാനമായി തീരണം, ഇന്ദ്രിയ ജയം വേണം. അപ്പൊ ഈ പാപലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തോട് പ്രാണത്യാഗത്തോളം വരെ എതിർക്കുന്നവരായി തീരണം. അങ്ങനെ വചനത്തിനും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ആ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെട്ടുന്നവരായി ഇന്ദ്രിയജയമുള്ളവരായി തീർന്നിട്ട് സ്ഥിരതയുള്ളവരാണ്. സ്ഥിരതയോട് ഭക്തി വേണം, അല്ലേ? ഭക്തിയോട് സഹോദരപ്രീതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സഹോദരപ്രീതി ഉള്ളവരായി തീരും. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുന്നു. അപ്പം മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് നമുക്ക് നമ്മെപ്പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. അപ്പം നമുക്കിപ്പോൾ സഹോദരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയില്ല. നാം ഇനി എത്രത്തോളം വളരണം, അല്ലേ? നമ്മൾ വിശ്വാസത്തിൽ തുടങ്ങി നമ്മൾ ആ സ്നേഹത്തിൽ വരെ എത്തണം, അങ്ങ് വരെ എത്തണം. നമ്മൾ എത്രത്തോളം നമുക്ക് ആയിത്തീരുവാനായിട്ട് കഴിയണം. കേവലം നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും
നമ്മൾ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് ആശ്രയിച്ച് ആ സ്ഥിരതയുള്ളവരായി പോയാൽ മാത്രമേ നമുക്ക് ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ പൗലോസ് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 9 പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ, നിങ്ങളും പ്രാപിപ്പാൻ തക്കോണം ഓടുവിൻ. അംഗം പൊരുതുന്നതൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. പൗലോസ് പറയുന്നു, അതുകൊണ്ട് നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഞാൻ ഓടുന്നത്, ആകാശത്തെ കുത്തുന്ന പോലെയൊന്നും അല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കണേ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. അത്രയും പ്രസംഗിച്ചത്, അത്രയും പരിജ്ഞാനമുള്ള പൗലോസ് ആ അത്രയും തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നത് പറഞ്ഞപ്പോൾ നാം എത്രത്തോളം അങ്ങനെ അനുസരണമുള്ളവരായി തന്നെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ജീവിച്ചാൽ മാത്രമേ ഉള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലേക്ക് നമുക്ക് പോകാനായിട്ടൊക്കത്തുള്ളൂ. അതുകൊണ്ട് റോമാലേഖനം 6:6 പറയുന്നത് പോലെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയിലാക്കി നമ്മൾ ജീവിക്കാനായി ഓരോ ദിവസവും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട്, നമ്മുടെ മരണം എടുത്തുകൊണ്ട് നാം ജീവിക്കുന്ന അവസ്ഥയിലാക്കി വരണം. ഓരോ ദിവസവും നമ്മെ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് ദൈവം, പെട്ടെന്നൊരു വിശുദ്ധീകരണം എന്ന് പറയുന്നതല്ല, എപ്പോഴും അങ്ങനെ നടക്കണം. അതുകൊണ്ട് എബ്രായലേഖനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ ക്രിസ്തുവിനെ നോക്കുക. അവൻ തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ എവിടെ വരെ പോണം? പ്രാണത്യാഗത്തോളം. മരിക്കേണ്ടി വന്നാലും പാപത്തിൽ ജീവിക്കരുത്. മരിക്കേണ്ടി വന്നാലും പാപത്തിൽ ജീവിക്കരുത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എത്തും. ചില വിശ്വാസികള് കഷ്ടം വരുമ്പോൾ വിശ്വാസി എന്ന് പറയാൻ പോലും മൗനമായിരിക്കുന്ന, അങ്ങനെയൊന്നും അല്ല. പാപത്തോട് പോരാടുന്ന മരണമായി തീർന്നാലും പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം നാം എതിർത്ത് നിൽക്കേണ്ടതാണ്. അപ്പം നമ്മളെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണം കംപ്ലീറ്റ് ചെയ്യുക. ദൈവം നമ്മളെ ഉള്ളിൽ ആ പ്രവർത്തിച്ച രക്ഷ നാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ നാം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഹ്യൂമൻ എഫക്റ്റ് കൊണ്ട് അത് സാധ്യമാകുകയില്ല. ദൈവത്തിലും പരിശുദ്ധാത്മാവിലും നമ്മൾ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, കാണുന്നുണ്ട്, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കാൻ ദൈവമല്ലോ തിരുവുള്ളമായിട്ട്. നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ദൈവമല്ലോ തിരുവെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പം ദൈവം നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നാം നമ്മെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അനുവദിച്ചു കൊടുക്കുക. നാം സബ്മിസീവായി തീരുക. അപ്പം നാം പാപത്തിൽ നിന്ന് പോരാടുന്ന നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പാപത്തോടും അതിൻ്റെ മോഹത്തോടും നാം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വിശുദ്ധിയിലേക്ക്, ആ പൂർണ്ണമായ രക്ഷയെ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനേ കഴിയത്തുള്ളൂ. ഇപ്പം ഈ കാര്യത്തിൽ നാം ദൈവത്തിൽ നാം പൂർണ്ണമായും അനേകം വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും ഞാൻ വായിക്കുന്നില്ല, നമുക്കിനി സമയം നമ്മുടെ കഴിയാറായി. അപ്പൊ ഈ കാര്യത്തിൽ നാം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം. അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത്. അപ്പം നമ്മള് ഭയത്തോടും വിറയലോടും കൂടെ നാം രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. നിങ്ങൾ പൗലോസ് അവരോട് പറയുന്നുണ്ട്, അധികമായി ഓരോ ദിവസവും നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അധികമായി പ്രവർത്തിക്കേണ്ടതാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുകയും അതുപോലെ തന്നെ ദൈവം നമ്മുടെ അന്തരാത്മാവിലാക്കിയിരിക്കുന്ന രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തമാക്കുകയും ചെയ്യണം. അങ്ങനെയായി തീരണം. കാരണം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുക. നമ്മൾ വചനം പഠിക്കുന്നത് മൂലം നമുക്ക് എന്തോ പ്രയോജനമുള്ളത്? ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുവാനായിട്ട് ഇടയായി തരും. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെയുമാണ് ഇന്ദ്രിയം. ഇതെല്ലാം നമ്മൾക്കുണ്ട്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. അപ്പൊ നമ്മൾക്ക് മാറ്റം വരുന്നതല്ല, നമ്മളോട് ഇടപെടുന്നവർക്കും മാറ്റം വരും. നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് വേണം മറ്റുള്ളവർ ദൈവത്തെ അറിയുവാന്. നമ്മുടെ പ്രവൃത്തി മൂലം ആരും യേശുവിന്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരരുത്. നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നാം നടക്കണം. നമ്മുടെ രക്ഷയെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം, അതിൽ കൂടുതലൊന്നും ദൈവം നമ്മുടെ ആഗ്രഹിക്കുന്നില്ല. പൗലോസിനോട് പറയുന്നുണ്ട്, നീ എത്ര പ്രവർത്തിച്ചോ നീ നിഗളിച്ചു പോകരുത്. നീ അതുകൊണ്ട് ഞാൻ സാത്താന്റെ ഒരു ദൂതനെ നിന്നെ കുത്തുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കും. ചിലപ്പം പൗലോസ് ഇത്രയും പ്രവർത്തിച്ചിട്ട് അഹങ്കാരവും നികളവും കൂടി ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ലായിരിക്കും. അതുകൊണ്ട് പൗലോസ് ഇത്രത്തോളം പ്രവർത്തിച്ചെങ്കിലും നിഗളിച്ചു പോകാതിരിക്കാൻ സാത്താന്റെ ഒരു ദൂതനെ കൊടുത്തല്ലേ.
നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും വിശ്വാസത്തിൽ പതറാതെ മുമ്പോട്ട് പോകണം. ദൈവം നമ്മെ എന്താ ചെയ്യുന്നത്? ദൈവം നമ്മെ പ്രൂൺ ചെയ്യുന്നത് വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയൊക്കെയാവും. അപ്പം ആ അനുഭവങ്ങൾ ഇങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പം ദൈവത്തെ ദുഷിക്കുകയല്ല ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിനകത്ത് തന്നെ, കർത്താവെ ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ നീ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. യോബ് എന്ന് പറഞ്ഞ് ദൈവത്തെ ദുഷിക്കുവാനല്ല. കർത്താവെ നിന്റെ സന്നിധി ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എന്ത് തന്നെയായാലും ആ പ്രാണനെ ഇത് പറയുന്ന പാപത്തോട് എതിർക്കുന്ന പ്രാണത്യാഗത്തോളം നാം ആയിത്തീരണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസവും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടേ. നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ എല്ലാ ദിവസവും ക്രൂശിച്ചുകൊണ്ട് നമ്മുടെ ക്രൂശു എടുത്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നാം ആയിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തന്നെ. നമ്മുടെ ജീവിതം മൂലം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാക്കത്തില്ല. അതുകൊണ്ട് നാം ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്കായി ഇപ്പോഴത്തിലധികമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.